പറ്റിയില്ല എന്ന് നീങ്ങുമ്പോൾ സ്വർണ്ണാഭരണ ജുവലേഴ്സിൽ നിന്ന് വിളി വന്നു, നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അന്ന് വിവാഹം കൊടുക്കുവാൻ പോയ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തത്. ആ കടയിൽ നിന്നും അവർ കോളേജ് ചെന്നപ്പോൾ ആണ് ഈ കുട്ടി കൂടെ ഉണ്ട് എന്ന് ബോധ്യമാവുകയും തിരിച്ച് കടയിൽ ചെന്ന് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ പോവുകയും ചെയ്തു എന്നൊരു സംഭവം കുറെ നാളുകൾക്ക് പുറത്ത് വായിച്ചിട്ടുണ്ടാകാം. ഇത് ഞങ്ങളുടെ ഓർമ്മിക്കുവാനുള്ള ഒരു കാരണമാണ്. ഇന്ന് ആധുനികതയുടെ എല്ലാവിധമായ സൗകര്യങ്ങളും മുന്നേറുമ്പോൾ വിവാഹ തീരുമാനം എടുക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആശ്രയം. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് മറന്നു പോകുന്ന ഒരു സാഹചര്യം. മാതാപിതാക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും ദൈവം ദാനമായി സൂക്ഷിക്കുന്ന കുഞ്ഞിനെ പോലും മറക്കുന്ന അനുഭവം മാതാപിതാക്കളുടെ ആധുനികത്തിനുള്ള ചിത്രം. ഇവിടെ നമ്മൾ മറന്നു പോകുന്നത് ദൈവത്തെയാണ് എന്ന് ഓർക്കുക. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവസാന്നിധ്യ ബോധവും ദൈവത്തിന്റെ കൃപയും ഇല്ലാതെയുള്ള വിവാഹ നിശ്ചയവും വിവാഹ ആഘോഷങ്ങളും വെറും ആഘോഷങ്ങളായി മാറുന്നു എന്ന് ഓർക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രത്യേകമായി രണ്ട് ഭവനത്തിൽ താമസിച്ച് ഇരു കുടുംബങ്ങളുടെ തീരുമാനം പ്രകാരം ഇന്ന് ഈ മകനും ഒരു വിവാഹത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജീവിച്ച് വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലം ജീവിച്ച് വ്യത്യസ്തമായ ആശയങ്ങളോടുകൂടി ജീവിച്ച്